നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവസഭയുടെ ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും അതേപോലെ തന്നെ ദൈവസഭയുടെ കൂടിവരവുകളിലുള്ള ശുശ്രൂഷകളെ പറ്റിയുമാണ് ചിന്തിച്ചത്. പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കാം. നമ്മൾ ചിന്തിച്ചത് ദൈവസഭയുടെ കൂടിവരവുകളിൽ അത് കൂടിവരവുകളിലുള്ള യഥാർത്ഥ ഒരു മെച്യൂറായിട്ടുള്ള ദൈവസഭയുടെ കൂടിവരവുകളിലെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് പാസ്റ്ററുടെയോ മൂപ്പന്റെയോ ഒരു ഏകാംഗ പ്രകടനമോ അവർ ഡോമിനേറ്റ് ചെയ്യുന്ന ശുശ്രൂഷകളോ അല്ല. അതിനു പകരം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഓരോ അംഗങ്ങളും തമ്മിലുള്ള ശുശ്രൂഷയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് ദൈവസഭയുടെ കൂടിവരവുകളിൽ കാണുന്നതെന്നാണ്. അവിടെ ഈ ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത് പാസ്റ്ററോ മൂപ്പനോ അല്ല, അതിനു പകരം പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. അതാണ് 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സഭയിലെ ശരീരത്തിലെ ഓരോ അംഗങ്ങൾക്കും അതത് വരം പകർത്തു കൊടുക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അന്നേരം ശരീരത്തിന്റെ തലയാണ് ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നതും ഓരോ അവയവങ്ങളുടെയും ഫംഗ്ഷൻ തീരുമാനിക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ശരീരത്തിന്റെ തല അതുകൊണ്ട് യേശുക്രിസ്തു ആയതുകൊണ്ട് യേശുക്രിസ്തു എന്ന തലയുമായി കണക്ട് ആയിരിക്കുന്ന ഓരോ അംഗങ്ങളും അവരവരുടെ കൃപാവരങ്ങൾ ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായി കൂടി വരുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവസഭയുടെ കൂടിവരവുകൾ കാണേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ദൈവസഭയുടെ കൂടിവരവുകൾ എന്നത് ഒരു സിംഫണി പോലെ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര പോലെ മനോഹരമായിരിക്കും. ഓരോ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളും അതതിന്റെ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സംഗീതം ഉണ്ടാകുന്നത് പോലെ മനോഹരമായിരിക്കണം യഥാർത്ഥത്തിൽ ദൈവസഭയുടെ കൂടിവരവുകളിലെ അന്യോന്യമുള്ള ശുശ്രൂഷകളിൽ കൂടി ദൈവസഭ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവിടെ അങ്ങനെ ഒരു സിംഫണിയിൽ ഇല്ലെങ്കിൽ ഓർക്കസ്ട്രയിൽ ആ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അതിന്റെ സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ സഭയിലെ മൂപ്പനല്ല, ഇല്ലെങ്കിൽ സഭയുടെ പാസ്റ്റർ അല്ല, അതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തികൾക്കും ഏതൊക്കെയാണ് കൃപാവരങ്ങളും തീരുമാനിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഒരു ഓർഗന്റെ ഒരു എക്യുപ്മെന്റിന്റെ ശബ്ദം മാത്രമാണ് ഡൊമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെന്റുകളും ഒരേപോലത്തെ ശബ്ദമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് അരോചകമായി തീരും, അത് ആൾക്കാർക്ക് ബോറടിക്കുന്നതായി തീരും. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായം പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എല്ലാ അവയവങ്ങൾക്കും ഒരേ ഫംഗ്ഷൻ ആണോ ഉള്ളത്? അല്ല, എല്ലാ അവയവങ്ങൾക്കും കാണാൻ മാത്രമാണെങ്കിൽ കാണാനായിട്ട് കണ്ണെവിടെ? അന്നേരം എല്ലാ അവയവങ്ങളും ഒരേ ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്, ഒരു അവയവം ഡൊമിനേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പരസ്പര പൂരകങ്ങളായി എല്ലാ അവയവങ്ങളും അന്യോന്യം ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പുതിയ നിയമ ദൈവസഭയുടെ കൂടിവരവുകളിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയുന്നതല്ല, പൗലോസ് ദൈവസഭയുടെ കൂടിവരവുകളിൽ എന്താണ് നടക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ പറയുന്ന ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിനെ പറ്റിയോ ഒരു ബൈബിൾ സ്റ്റഡിയെ പറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളെ അല്ല, മറിച്ച് ദൈവസഭയുടെ പൊതുവായിട്ടുള്ള കൂടിവരവുകളിൽ എല്ലാവരും തമ്മിൽ അന്യോന്യം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളെ പറ്റി, അങ്ങനെയുള്ള മീറ്റിങ്ങുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാ അവയവങ്ങളും അതതിന്റെ ഫംഗ്ഷൻ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ അതതിന്റെ ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവിൽ പരസ്പര പൂരകങ്ങളായിട്ട് വെളിപ്പെടുത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയും അവിടെ കടന്നു വരുന്ന വ്യക്തികൾക്ക് നമ്മുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നും അവർക്ക് പാപബോധം ഉണ്ടാവുകയും അവർ ദൈവസാന്നിധ്യം മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ഗ്ലോറി കണ്ടിട്ട് അവർ മാനസാന്തരപ്പെടുകയും ചെയ്യും എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു ബോധ്യത്തിൽ ഒരു യഥാർത്ഥ പരിശുദ്ധാത്മ നിറവിൽ യഥാർത്ഥമായിട്ടുള്ളൊരു മെച്യൂർ ചർച്ചിൽ എല്ലാ അംഗങ്ങളും ഇതേപോലെ പ്രവർത്തിക്കുന്ന ഒരു കൂടിവരവുകളിൽ പുറത്തുനിന്ന് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ സഭയിലെ മൂപ്പൻ ആരാണ് എന്ന് ആ മീറ്റിങ്ങോട് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അവിടെ ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഏത് വ്യക്തിയാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യമാണ് പുറത്തുനിന്ന് വരുന്ന ഒരു പുതിയതായി വരുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആയിരിക്കണം ഒരു സഭയുടെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം. പലപ്പോഴും ശൈശവാവസ്ഥയിലുള്ള സഭകളിൽ അങ്ങനെ സാധ്യമല്ല. കാരണം അവിടെ ഓരോ വ്യക്തികൾ ഡൊമിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആ സാഹചര്യമുണ്ട്. എന്നാൽ അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ പദ്ധതി ഇതാണ് എന്ന ബോധ്യത്തിൽ നാം ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ മാത്രമേ ആ ഒരു കാര്യം ദൈവസഭയെ നടക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല, നമ്മളുടെ സഭകളിലും പല സഭകളിലും എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാന കാരണം ഞാൻ നേരത്തെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവസഭ ഒരു ശരീരമാണ് എന്നും ഓരോ വ്യക്തികളും ശരീരത്തിലെ അംഗങ്ങളാണ് എന്നും
ഓരോ വ്യക്തികൾക്കും ദൈവസഭയിൽ ശുശ്രൂഷയുണ്ട് എന്നുള്ള ബോധ്യം ഓരോരുത്തർക്കും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് പലരും പാസീവ് ഹിയറേഴ്സായി മാത്രം വർഷങ്ങൾ ദൈവസഭയിൽ ഇരുന്ന് അവരുടെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കാതെ ആത്മീയ ശിശുക്കളായി ഇരുന്ന് ജീവിതം കഴിച്ചു പോകുന്നു. ഇതിനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ലാക്ക് ഓഫ് പ്രോപ്പർ ടീച്ചിങ് ആണ്. യഥാർത്ഥത്തിലുള്ള ഉപദേശ പഠിപ്പിക്കലില്ലാത്തത്. ദൈവസഭയിലെ മൂപ്പന്മാരോ പാസ്റ്റർമാരോ എപ്പോഴും ശുശ്രൂഷകളെല്ലാം ഡൊമിനേറ്റ് ചെയ്യുകയും അതെല്ലാം കൈയാളുകയും ദൈവസഭയിലെ ബാക്കിയുള്ളവരെല്ലാ വിശ്വാസികളും എല്ലാ കാലത്തും കേട്ടുകൊണ്ടിരിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തിൽ അവരെ തളച്ചിടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ കാലത്തും ദൈവസഭയിലെ വിശ്വാസികൾ ശൈശവാവസ്ഥയിൽ തന്നെ തുടരുകയും പാസീവ് ഹിയറേഴ്സായി ഒരിക്കലും അവരുടെ ശുശ്രൂഷ അവർക്ക് തിരിച്ചറിയാനായിട്ടോ ഈവൻ ശുശ്രൂഷ ഉള്ളവർക്ക് പോലും അത് മാനിഫെസ്റ്റ് ചെയ്യാനോ കഴിയാത്ത ഒരവസ്ഥയിൽ സഭ മുമ്പോട്ട് പോകും. ഇതൊരു പ്രോപ്പർ ടീച്ചിങ്ങിന്റെ പ്രശ്നമാണ്. അത് സഭയിലെ എൽഡേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ പ്രശ്നവുമാണ്. അങ്ങനെ ഉള്ള ഒരു കാരണം കൊണ്ട് ഇത് സംഭവിക്കും. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, പ്രോപ്പർ ടീച്ചിങ് ഉണ്ടായാൽ പോലും ദൈവസഭയിലെ ഓരോ അംഗങ്ങളും ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാതിരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാകാതിരിക്കുന്നത് കാരണം അവർക്ക് സഭാ ജീവിതത്തിലും ഇല്ലെങ്കിൽ സഭയിൽ കൂടി വരുമ്പോഴും അവർക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള ഒരു ശുശ്രൂഷ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അവർ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിരിക്കും, നിരാശരായിരിക്കും, ഡിസ്കറേജ്ഡായിരിക്കും, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ദൈവസഭയിൽ വരുമ്പോഴേക്കും ഒരു പ്രത്യേക കാര്യം പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയില്ല. ദൈവം അത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള വ്യക്തികൾ യഥാർത്ഥത്തിൽ ദൈവസഭയിൽ വരുമ്പോഴേക്കും അവർക്കുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവുകൾ ദൈവസഭയെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഫലങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള വരങ്ങളുമാണ്. രണ്ടാമത്തെ കാര്യം, വ്യക്തികളായിട്ടുള്ള ദൈവസഭയിലെ ഓരോ അവയവങ്ങളും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാതിരിക്കുന്നതിനാൽ, അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണ്, കുടുംബജീവിതത്തിലാണ്, ഓഫീസ് ലൈഫിലാണ്, ദൈവം കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ ക്രൂശെടുക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവുകയില്ല. അതിനാൽ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവുകയില്ല. അതിനാൽ തന്നെ അവരുടെ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ബാക്കിങ്ങും സപ്പോർട്ടിങ്ങും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർ ശുശ്രൂഷ ചെയ്തിട്ടും കാര്യമില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ദൈവസഭകളിൽ യഥാർത്ഥത്തിൽ ബോഡിയുടെ ഫങ്ഷൻ നടക്കാത്തതും മീറ്റിങ്ങുകൾ അരോചകവും ബോറിങ്ങും മോണോട്ടണസുമായി തീരുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്നാൽ ഒരു ദൈവസഭയിൽ കണ്ടിന്യൂസ് ആയി ദൈവവചനം പ്രസംഗിക്കപ്പെടുകയും യഥാർത്ഥത്തിലുള്ള ടീച്ചിങ് നടക്കുകയും ക്രൂശിന്റെ വചനം പ്രസംഗിക്കപ്പെടുകയും വ്യക്തികൾ ഓരോരുത്തരായി യേശുക്രിസ്തു എന്ന തലയുമായി കണക്റ്റഡ് ആവുകയും പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജുവലി ദൈവസഭയിൽ ഇങ്ങനെ ഈ രീതിയിലേക്ക് ദൈവസഭയുടെ മീറ്റിങ്ങുകൾ മാറുകയും അവിടെ പിന്നെ ഡോമിനേറ്റ് ചെയ്യുകയോ നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ലാതെ മൂപ്പന്മാർ അതൊക്കെ ഓവർസീ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് മാറുകയും നമ്മൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് 1 കൊരിന്ത്യർ അതിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ് പൗലോസ് നിർത്തുന്നത്. അതിന്റെ 34-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 14:34, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്നതുപോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കുവാനല്ലാതെ സംസാരിക്കുവാൻ അവർക്ക് അനുവാദമില്ല. അന്നേരം കൊരിന്ത്യ ലേഖനം 14-ാമത്തെ അധ്യായം പൗലോസ് അവസാനിപ്പിക്കുന്നത് സ്ത്രീകളുടെ സഭയിലെ ശുശ്രൂഷയിലെ ഒരു നിയന്ത്രണത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇന്ന് ആ കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവസഭയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശുശ്രൂഷകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ദൈവം അവരുടെ രണ്ടുപേരുടെയും റോളും ഫങ്ഷനും, ഇത് സഭയിൽ മാത്രമല്ല കുടുംബത്തിലും വെച്ചിരിക്കുന്ന വ്യത്യാസം എന്താണ് എന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം, അത് വ്യത്യാസം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസന്നിധിയിലും ഈ ലോകത്തിലും എല്ലാ കാര്യത്തിലും പുരുഷനും സ്ത്രീയും, ദൈവസന്നിധിയിലും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും തന്നെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ദൈവവചനം ഒരിക്കലും ഒരു മെയിൻ ഡോമിനേഷൻ പഠിപ്പിക്കുന്നില്ല ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഛായയിൽ തന്നെയാണ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:27 പറഞ്ഞിരിക്കുകയാണ്, പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലാണ്, ദൈവത്തിന്റെ മക്കളായിട്ട്. പുതിയ നിയമത്തിൽ ഈ തുല്യതയെ, ഈ ഈക്വാലിറ്റിയെ കൺഫേം ചെയ്യുകയാണ്. ഗലാത്യ ലേഖനം അതിന്റെ 3:28 പറയാണ്, ക്രിസ്തുവിൽ പരിച്ഛേദനയോ അഗ്രചർമ്മമോ യഹൂദനോ യവനനോ സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഇൻ ക്രൈസ്റ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നാണ്, ദൈവ ശരീരത്തിൽ ദൈവസഭയുടെ ഭാഗമായിട്ട് ഒന്നാണ്.
ഇനി സ്ത്രീയുടെയും പുരുഷന്റെയും കഴിവുകളിലും രണ്ടുപേരുടെയും കഴിവുകളിൽ തമ്മിൽ വ്യത്യസ്തതയുണ്ട് എങ്കിലും വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. രണ്ട് മേഖലയിലായിരിക്കാം ഇവരുടെ കഴിവുകൾ. പക്ഷെ രണ്ടു മേഖലയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും സ്ത്രീ പുരുഷന് കഴിവുകളുടെ കാര്യത്തിലും തുല്യരാണ് എന്ന് ലോകത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. വ്യത്യസ്ത മേഖലകളിൽ സ്ത്രീകൾ പുരുഷനെ പോലെ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് സെക്കുലർ ലോകത്തിൽ അറിയാവുന്നതാണ്. ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഈവൻ പഠിത്തത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ബുദ്ധിശക്തിയുടെ കാര്യത്തിലായിട്ടെ, ഇതിലൊന്നും പുരുഷന് സ്ത്രീയേക്കാൾ മേൽക്കോയ്മയുണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുന്നുമില്ല. ലോകത്തിലും അത് പ്രൂവണം. ഇനി ജോലി ചെയ്യുന്ന കാര്യത്തിൽ ചിലടത്ത് സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി ശമ്പളമൊക്കെ കൂടുതൽ. എനിക്ക് തോന്നുന്നു ഗൾഫിലൊക്കെ ഉള്ളിടത്ത് അവരുടെ സാഹചര്യം അങ്ങനെയാണ്. എനിവേ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ്. ലോകത്തിലും ദൈവത്തിന്റെ സന്നിധിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ജെൻഡർ ഈക്വാലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരുന്നില്ല ഞാൻ ഇനി മുമ്പോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ. എന്നാൽ ഫങ്ഷനാലിറ്റിയിൽ വ്യത്യാസമുണ്ട്. കുടുംബത്തിലും ദൈവസഭയിലും സ്ത്രീകളുടെ റോളിലും ഫങ്ഷനാലിറ്റിയിലും വ്യത്യാസമുണ്ട്. പുരുഷനും സ്ത്രീക്കും ഒരേപോലുള്ള റോളുകളും ഒരേപോലുള്ള ഫങ്ഷനാലിറ്റിയുമല്ല കുടുംബത്തിലും സഭയിലും ദൈവം വെച്ചിരിക്കുന്നു. അവിടെ കുടുംബത്തിലും ദൈവസഭയിലും പുരുഷന് ലീഡിംഗ് റോളും സ്ത്രീക്ക് പുരുഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റോളുമാണ് ദൈവം ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്, ദൈവം വെച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2:18 സ്ത്രീയെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പറയാണ്, വുമൻ ഈസ് മെയ്ഡ് ആസ് എ ഹെൽപ്പ് മേറ്റ്. തക്കതുണ എന്നാണ് മലയാളത്തിൽ. ഹെൽപ്പറായിട്ടാണ്, ഹെൽപ്പ് മേറ്റ് ആണ്. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് വീട്ടിലെ ജോലിക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല, തുണി കഴുകി കൊടുക്കുക, ഭക്ഷണം വെച്ച് കൊടുക്കുക എന്നുള്ള ഹെൽപ്പർ എന്നുള്ള അർത്ഥത്തിലെ അല്ല ഇതൊന്നും പറയുന്നത്. ബൈബിളിന്റെ കോണ്ടെക്സ്റ്റ് അതല്ല. ബൈബിളിന്റെ കോണ്ടെക്സ്റ്റിൽ ദൈവം സൃഷ്ടിച്ച പുരുഷനെ പറ്റിയുള്ള ദൈവീക പദ്ധതിയുടെ ഹെൽപ്പറായിട്ടാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. ദൈവം പുരുഷനെ പറ്റി ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. പുരുഷന് ഒരു റോൾ ഉണ്ടെങ്കിൽ, ദൈവിക പദ്ധതിയിൽ ഒരു റോൾ ഉള്ളപ്പോൾ ആ റോൾ ഫുൾഫില്ല് ചെയ്യാനായിട്ട് അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഹെൽപ്പറായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. ഈ ഒറിജിനൽ പ്ലാൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും യഥാർത്ഥത്തിൽ കൂടുതൽ റിവീൽ ആവുന്നുണ്ട്. കാരണം പുതിയ നിയമത്തിൽ ഒറിജിനലിലേക്കുള്ള റെസ്റ്റോറേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുരുഷൻ സ്ത്രീയുടെ തല, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്നുള്ള ആ ഹൈറാർക്കിയൽ ഓർഡർ പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൽ തുടർച്ചയായി അപ്പോസ്തലന്മാർ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എഫേസ്യ ലേഖനം 5:23, കൊലോസ്യ ലേഖനം 3:18, 1 പത്രോസ് 3:1 ഈ വാക്യങ്ങളിലെല്ലാം തന്നെ ഫങ്ഷനാലിറ്റിയിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് കീഴടങ്ങിയിരിക്കണം കുടുംബത്തിലും സഭയിലും എന്നുള്ളത് പറയുന്നു. ഇത് പറയുമ്പോൾ ചിലർ പറയുന്ന കാര്യമാണ്, ഇത് വീഴ്ചയുടെ ഫലമായിട്ടുണ്ടായ ഒരു വ്യത്യാസമാണ്, ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഇത് വീഴ്ചയുടെ ഫലമായിട്ടുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഉൽപ്പത്തിയിൽ ദൈവത്തിന്റെ ഒറിജിനൽ സൃഷ്ടിയിൽ തന്നെ അങ്ങനെയാണ്. ഒറിജിനൽ സൃഷ്ടിയിൽ തന്നെ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവിക പർപ്പസ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ള പുരുഷന്റെ ഹെൽപ്മേറ്റ് ആയിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. എന്നാൽ വീഴ്ചയിൽ സംഭവിച്ചത് പുരുഷന്റെ ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ്. വീഴ്ചയിൽ സംഭവിച്ച പാപത്തിന്റെ ഫലം പുരുഷൻ സ്ത്രീയെ ഭരിക്കും എന്നുള്ള പുരുഷന്റെ ഡോമിനേറ്റിംഗ് നേച്ചർ വീഴ്ചയുടെ ഫലമായിട്ട് വന്നതാണ്. അത് ഒറിജിനൽ പ്ലാനിൽ ഇല്ലായിരുന്നു, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നു. നേരെ തന്നെത്താൻ കീഴടങ്ങുക എന്നുള്ളത് ഒരു കാര്യം, ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. പുരുഷൻ ഒരിക്കലും സ്ത്രീയെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ദൈവം കൽപ്പിച്ചിട്ടില്ല. സ്ത്രീ പുരുഷന്റെ ഹെൽപ്പറായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിലെ കൽപ്പന. അന്നേരം ഇതാണ് വീഴ്ചയ്ക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ തന്നെയുള്ള പ്ലാനാണ് സ്ത്രീ പുരുഷന്റെ ഹെൽപ്പറായിരിക്കണം. ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് പുരുഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. പുതിയ നിയമത്തിൽ വീണ്ടും അതിനെ ഉറപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 11:8 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീ പുരുഷനിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. മാത്രമല്ല സ്ത്രീ പുരുഷന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതിയിൽ ദൈവിക പ്ലാൻ ഫുൾഫില്ല് ചെയ്യാനായി പുരുഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. 1 കൊരിന്ത്യർ 11:8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതൊരിക്കലും സ്ത്രീ പുരുഷനേക്കാൾ കീഴെയാണ് എന്നുള്ളത് അർത്ഥത്തിലല്ല എന്നുള്ളത് തെളിയിക്കുകയാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവിൽ, ഇൻ ക്രൈസ്റ്റ്, പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉളവായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിലും ദൈവം തന്നെ കാരണഭൂതം.
അവിടെയും ഒരു ഈക്വാലിറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഫങ്ഷണാലിറ്റി ഡിഫറൻസ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞിരിക്കാൻ, ഈക്വലായ രണ്ടുപേരിൽ ഒരാൾ എങ്ങനെയാണ് വേറൊരാൾക്ക് കീഴടങ്ങുന്നത്? ഇതൊരു ചോദ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈക്വലായ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ കീഴടങ്ങാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കീഴടങ്ങലിന് മാത്രമേ പ്രസക്തിയുള്ളൂ, അല്ലാത്ത കീഴടങ്ങലിന് പ്രസക്തിയില്ല. ഇങ്ങനെയുള്ള കീഴടങ്ങലാണ് നമ്മൾ ദൈവിക തൃത്വത്തിൽ കാണുന്നത്. അതേ കീഴടങ്ങലാണ്, അതേ കാര്യമാണ് ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് പുത്രൻ പിതാവിന് കീഴടങ്ങിയതുപോലെ പിതാവിനോട് എല്ലാത്തിലും തുല്യനായ പുത്രൻ പിതാവിന് കീഴടങ്ങിയതുപോലെ ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും പുരുഷന് തുല്യനായ സ്ത്രീ പുരുഷന് കീഴടങ്ങുകയാണ്. ദൈവിക തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാത്തിലും തുല്യരാണ് എന്നുള്ളതാണ് തൃത്വത്തിന്റെ അടിസ്ഥാന ഉപദേശം. ദുരുപദേശമാണ് ബാക്കിയുള്ളത് പുത്രൻ പിതാവിനേക്കാൾ താഴ്ചയുള്ളവനാണെന്നുള്ളത്. എന്നാൽ പുത്രൻ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനും കീഴടങ്ങിയിരിക്കുന്നു, ഫങ്ഷനാലിറ്റി ദൈവിക പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ കുടുംബത്തിൽ, സഭയിൽ സ്ത്രീ ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യാനായി പുരുഷന് കീഴടങ്ങും. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ സഭയിലുള്ളവരെന്ന് പറയാണ് എല്ലാവരും തമ്മിൽ കീഴടങ്ങും. അവിടെയും ഈക്വൽ ആണെങ്കിലും തമ്മിൽ കീഴടങ്ങാനായിട്ട് പറഞ്ഞു. അന്നേരം കീഴടങ്ങുക എന്നുള്ളത് താഴ്ന്ന ആൾക്കാരല്ല കീഴടങ്ങുന്നത്, ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കീഴടങ്ങുന്നത്. അന്നേരം സ്ത്രീ കീഴടങ്ങുമെന്ന് പറയുമ്പോൾ ആ ഈക്വാലിറ്റി ഒരിക്കലും ദൈവവചനം ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് ഫങ്ഷനാലിറ്റിയിൽ ദൈവിക പർപ്പസിന് വേണ്ടിയിട്ട് കീഴടങ്ങാനാണ്. അങ്ങനെയാണ് ദൈവസഭയിലെ കീഴടങ്ങലും. ദൈവസഭയിലും തന്നെ ശരീരത്തിന് എല്ലാ അവയവങ്ങളും എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും ഒരു തലയുടെ കീഴിലുള്ള അവയവങ്ങളാണെങ്കിലും അവിടെയും കീഴടങ്ങലിനെ പറ്റി പറയുന്നുണ്ട്. മൂപ്പന്മാരുടെ സ്പിരിച്വാലിറ്റിയെ പറ്റി, സഹോദരന്മാരുടെ കീഴടങ്ങലിനെ പറ്റി പറയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിർഭാഗ്യവശാൽ വീഴ്ചയുടെ ഫലമായിട്ട്, അത് മാത്രമല്ല ചില പെർവേർട്ടഡ് കൾച്ചറുകളുടെ ഫലമായിട്ടും സ്ത്രീയുടെ മേൽ പുരുഷൻ ഡൊമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഡൊമിനേറ്റിംഗ് നേച്ചർ കാരണം സ്ത്രീയെ താഴ്ന്ന ഈക്വലായി കാണുന്നതിന് പകരം താഴ്ചയുള്ള ഒരു രണ്ടാം തരം സൃഷ്ടിയായി കാണുന്ന പുരുഷന്മാർ ഇന്നുണ്ട്, ക്രിസ്തീയ ലോകത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്ത്രീകൾ പുരുഷന്മാരാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ഡൊമിനേറ്റ് ചെയ്യപ്പെടുകയും ഈക്വൽ അല്ലാതെ അവരെ താഴ്ത്തി കാണുകയും ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അത് ക്രിസ്തീയ കുടുംബങ്ങളിലുമുണ്ട്. ഇത് വീഴ്ചയുടെ ഫലമായും പെർവേർട്ടറായിട്ടുള്ള നമ്മുടെ കൾച്ചറിന്റെ ഫലമായിട്ടും വന്നതാണ്. ഇതിന്റെ ഒരു റിയാക്ഷൻ ആണ് ലോകത്തിൽ ഇന്ന് കാണുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈക്വാലിറ്റി, വുമൻ ഈക്വാലിറ്റി മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന മൂവ്മെന്റുകൾ ഈ പുരുഷ മേധാവിത്വത്തിന്റെ, പുരുഷന്റെ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലത്തിന്റെ റിപ്പൽഷൻ ആയിട്ടുണ്ടാകുന്നത്. എപ്പോഴും അങ്ങനെയാണ്, ഒരു റിയാക്ഷൻ ആയിട്ടാണ് പല മൂവ്മെന്റുകളും ഉണ്ടാകുന്നത്. ദൈവം ഈ ഫെമിനിസ്റ്റുകൾ മൂവ്മെന്റുകളെ ഒന്നും അംഗീകരിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ കൊണ്ട് പിടിച്ചടക്കാൻ കഴിയുന്ന ഈക്വാലിറ്റി എന്നുള്ളത് ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള ഒറിജിനൽ പർപ്പസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കഴിയൂ. എന്നാൽ ഇങ്ങനെയുള്ള ക്രൂരന്മാരായിട്ടുള്ള ഡോമിനേറ്റ് ചെയ്യുന്ന, സ്ത്രീയെ ബഹുമാനിക്കാത്ത, സ്ത്രീയെ അടിച്ചമർത്തുന്ന പുരുഷന്മാരെ ദൈവം ജഡ്ജ് ചെയ്യും. കാരണം ദൈവം അഗതികളുടെയും നിരാശ്രയരുടെയും ദൈവമാണ്. ദൈവം അവർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യും എന്നാണ് ദൈവനെ പഠിക്കുന്നത്. ഒരിക്കലും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരിക്കലും ഒരു പുരുഷൻ അങ്ങനെ പെരുമാറാനായിട്ട് പാടില്ല. യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിൽ, ക്രിസ്തീയതയിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. അവിടെ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആവശ്യം പോലും വരുന്നില്ല. യഥാർത്ഥ ക്രിസ്തീയതയിൽ ഭാര്യമാരെ ബഹുമാനിക്കാനായിട്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പലപ്പോഴും പുരുഷന്മാർക്ക് ഇങ്ങനത്തെ വാക്യങ്ങൾ ഉണ്ടെന്ന് പോലും അറിയില്ല. 1 തിമോഥെയോസ് അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മൂത്ത സ്ത്രീകളെ അമ്മയെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും ബഹുമാനിക്കണമെന്ന് പറയാം. 1 പത്രോസ് അതിന്റെ 3:7 എഫേസ്യ ലേഖനം 5:29 സ്ത്രീകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പറയാം. റെസ്പെക്ട്, ഓണർ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. ഭാര്യമാരെ ബഹുമാനിക്കാത്ത ഭർത്താക്കന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അവരെത്ര ഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് 1 പത്രോസ് 3:7 പറഞ്ഞിരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ പോയി വായിച്ചു നോക്കാം. ഇതൊക്കെ പുരുഷന്മാർക്ക് അറിയാവുന്ന വാക്യങ്ങളാണോ എന്ന് തന്നെ സംശയം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വീഴ്ചയുടെ ഫലമായും നമ്മുടെ കൾച്ചറിന്റെ ഒക്കെ ഫലമായും നമ്മളെല്ലാവരും, ഒട്ടുമിക്ക ഞാൻ അടക്കമുള്ള പുരുഷന്മാർ, സ്ത്രീകളെ ബഹുമാനിക്കണം എന്നുള്ളത് ജന്മനാ പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ അത് ദൈവീകമല്ല, ക്രിസ്തീയമല്ല എന്നുള്ള ബോധ്യം നമുക്ക് ദൈവവചനത്തിൽ നിന്നുണ്ടാവും. ഞാൻ കൾച്ചറിന്റെ കാര്യം പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളി കൾച്ചറിൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയുള്ളവരാണ്.
മലയാളി കൾച്ചറിൽ സ്ത്രീകളെ ബഹുമാനിക്കുക എന്നൊരു പരിപാടിയേ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്നാണ് കണക്കുകൾ പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണം ആ കൾച്ചറിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഈ എന്റെ ഒരു ബോധ്യമാണ്, എന്റെ ഒരു ഒബ്സർവേഷനിൽ ഈ ഭാഷയിൽ തന്നെ സ്ത്രീയെ ബഹുമാനമില്ലാതെ എടി പോടി എന്നൊക്കെ വിളിക്കാനായിട്ടുള്ള പദങ്ങളുള്ളത് മലയാളത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അങ്ങനത്തെ വാക്കുകളിൽ ഇങ്ങനെയുള്ള പ്രത്യേക പദങ്ങൾ ഇല്ല. ഇങ്ങനെയാണ് ഈവൻ ക്രിസ്തീയ കുടുംബത്തിൽ പോലും ഭർത്താക്കന്മാർ ഭാര്യമാരെ എടി പോടി എന്നൊക്കെയുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അതിനേക്കാൾ പൈശാചികമാണ് ശാരീരികമായി ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത്. ഞാൻ എന്റെ കാര്യം വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നതെങ്കിലും ഞാൻ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെ എടി പോടി എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് പറയേണ്ട ആവശ്യം പോലുമില്ല. ഞാനിത് പറയേണ്ട കാര്യം പോലുമില്ല, കാരണം ഇതൊരു വലിയൊരു കാര്യമൊന്നുമല്ല. കാരണം എനിക്കറിയാവുന്ന അവിശ്വാസികളായിട്ടുള്ള ജാതീയരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഒരിക്കൽ പോലും സ്ത്രീകളെ ഉപദ്രവിക്കുകയോ ഇങ്ങനെയുള്ള വാക്കുകൾ വിളിക്കാത്തവരോ. അന്നേരം ഇതൊക്കെ ഒരു റെസ്പെക്ട് ഇല്ലാത്ത ഒരു കൾച്ചറിന്റെ ഭാഗമാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെ ചിലർ പറയാറുണ്ട്, മലയാളികൾ സ്ത്രീകളെ ഭാര്യമാരെ എടിയെന്ന് വിളിക്കുന്നത് റെസ്പെക്റ്റോടുകൂടിയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, മലയാളികളിലായിട്ടുള്ള ഭർത്താക്കന്മാർ എന്നാൽ സ്ത്രീകൾ ഭർത്താക്കന്മാരെ റെസ്പെക്ട്ഫുള്ളി എടാ എന്ന് വിളിക്കാനും കൂടി അനുവദിക്കണം, എങ്കിൽ മാത്രമേ ആ പറയുന്നതിന് അർത്ഥമുള്ളൂ. എനിവേ, ഞാൻ അതിന്റെ ഒരു വിവാദത്തിലേക്ക് പോകുന്നില്ല. എന്റെയും ബോധ്യം അങ്ങനെയുള്ള വാക്കുകൾ യഥാർത്ഥത്തിൽ ഡിസ്റെസ്പെക്ട്ഫുൾ വാക്കുകൾ തന്നെയാണ് എന്നുള്ളത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർവേർട്ടഡ് കൾച്ചറിന്റെ ഭാഗമാണ്, നല്ലൊരു കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീയും പുരുഷനും ദൈവസന്നിധിയിലും ഈ ലോകത്തിലും ഈക്വൽ ആണ് എന്നുള്ളതാണ് ദൈവവചനം, പുതിയ നിയമം പഠിപ്പിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലല്ലാതെ നമുക്കൊരിക്കലും ഇവരുടെ റോളിലുള്ള ഫങ്ഷനാലിറ്റിയുള്ള വ്യത്യാസം നമുക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഒരു പുരുഷൻ സ്ത്രീയേക്കാൾ ഉയർന്നവനായതുകൊണ്ടല്ല പുരുഷന് ചില റോളുകൾ ദൈവം പറഞ്ഞിരിക്കുന്നതും സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും ഈക്വൽ ആയതുകൊണ്ടും ദൈവിക പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഫങ്ഷനാലിറ്റിയിൽ വ്യത്യാസം പഠിക്കാൻ കഴിയൂ. ഞാൻ പറഞ്ഞു വരട്ടെ. ഈക്വാലിറ്റി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് കുടുംബത്തിലും സഭയിലും പുരുഷന് ലീഡിങ് റോളും സ്ത്രീക്ക് സപ്പോർട്ടിംഗ് റോളുമാണ്. പുരുഷൻ സെർവന്റ് ലീഡറും സ്ത്രീ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്മേറ്റ് എന്ന റോളുമാണ് ദൈവം വെച്ചിരിക്കുന്നത്. കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്നിട്ട് രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ആണ് തീരുമാനമെടുക്കുന്നത്. പല കുടുംബങ്ങളിലും തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടുകാരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഭാര്യയെ അത് അറിയിക്കുകയാണ്. ഇതൊക്കെ പെർവേർട്ടഡ് കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് അൾട്ടിമേറ്റ്ലി ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഹെഡായിട്ടുള്ള പുരുഷനാണ് തീരുമാനമെടുക്കുന്നത്. എന്നിട്ടാണ് അത് ഭർത്താവിന്റെ ആണെങ്കിലും ഭാര്യമാരുടെയും കുടുംബത്തിൽ അറിയിക്കേണ്ടത്, തിരിച്ചല്ല. ഇങ്ങനത്തെയുള്ള പല കാര്യങ്ങളും പല സഭകളിലും നമ്മുടെ സഭകളിലും ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ടച്ച് ചെയ്തു പോകുന്നത്. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബത്തിൽ പുരുഷന് ദൈവം ഒരു ലീഡിങ് റോൾ വെച്ചിട്ടുണ്ട്. ഡിസിഷൻസ് എടുക്കാനായിട്ടും ഒരുമിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണെങ്കിലും ഡിസിഷൻസ് എടുക്കാനായിട്ടും കാര്യങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങൾ തീരുമാനിക്കാനുമായിട്ടും ഉള്ള ഫങ്ഷനാലിറ്റിയിലുള്ള ലീഡിങ് റോൾ, ഹെഡ് എന്നുള്ള ഫങ്ഷൻ പുരുഷനാണ് ദൈവം വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് മിനിസ്ട്രിയിലേക്ക് വരുമ്പോഴേക്കും സ്ത്രീക്കും പുരുഷനും എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. എല്ലാവർക്കും ദൈവസഭയിൽ മിനിസ്ട്രിയുമുണ്ട്. എല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ്. എല്ലാവരും അവയവങ്ങളാണ്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരാണ്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. എല്ലാവർക്കും സ്പിരിച്വൽ ഗിഫ്റ്റുകളുണ്ട്. സ്ത്രീക്കും പുരുഷനുമുണ്ട്. ഇതിലൊന്നും വ്യത്യാസം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ മിനിസ്ട്രിയിലേക്ക് വരുമ്പോഴും സഭയിലെ ലീഡിങ് എപ്പോഴും പുരുഷനും സ്ത്രീ എപ്പോഴും സപ്പോർട്ടിങ്ങുമായിട്ടാണ് ദൈവവചനത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ ശുശ്രൂഷ എന്താണ് എന്ന് സ്ത്രീകൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായി അവരുടെ ശുശ്രൂഷ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകൾ ഉണ്ടായിരിക്കാം. അവർക്ക് ചിലപ്പോൾ പ്രവചനപരം ഉണ്ടായിരിക്കാം, അവർക്ക് അന്യഭാഷ ഉണ്ടായിരിക്കാം, വ്യാഖ്യാനം ഉണ്ടായിരിക്കാം, അവർക്ക് പാട്ട് പാടാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കഴിവുകളുണ്ടായിരിക്കാം, ഗിഫ്റ്റുകൾ ഒരുപാടുണ്ടായിരിക്കാം, അവരുടെ പ്രത്യേക വിളി ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായി സ്ത്രീയുടെ കോളിംഗ് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെ ഭർത്താവിന്റെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി സ്ത്രീയുടെ കോളിംഗ്.
ഒരു ക്രിസ്തീയ ശുശ്രൂഷകന് യഥാർത്ഥത്തിൽ അവന്റെ വിളി അവന്റെ ഭാര്യയുടെ പിന്തുണയില്ലാതെ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയില്ല. ഞാൻ വീണ്ടും എൻ്റെ കുടുംബകാര്യങ്ങൾ ഞാൻ ദൈവസഭയിൽ ഞാൻ പറയാറുള്ളതല്ല, എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ആയതുകൊണ്ട് മാത്രം ഞാൻ ടച്ച് ചെയ്തു പോകുന്നതാണ്, അല്ലാതെ വേറെ രീതിയിൽ പറയുന്നത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. എൻ്റെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ വിളി എന്താണ്, ദൈവശരീരത്തിൽ എൻ്റെ കോളിംഗ് എന്താണ് എന്നുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ക്ലിയർ ആയതുകൊണ്ട് പിന്നീട് എനിക്ക് വളരെയധികം അതിൽ സപ്പോർട്ടുണ്ട്. ഞാൻ പലപ്പോഴും എന്നെ ഫോൺ ചെയ്യുന്ന പല ആൾക്കാരും ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാതാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ പറഞ്ഞ പോലെ സുവിശേഷ വേല ചെയ്യുന്നവർ ജോലി ചെയ്യുന്നില്ല എന്നുള്ള ഡീഫോൾട്ടായിട്ടുള്ള ചിന്ത കൊണ്ടുകൊണ്ട് പലരും വിളിക്കുമ്പോൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യമില്ലാതാണ് വിളിക്കുന്നത്. നേരെ കുറച്ച് ദിവസം സംസാരിച്ച് കഴിയുമ്പോൾ ഇവരുടെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ജോലിയുടെ കൂടെ സുവിശേഷ വേലയും ഇല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്, വലിയ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഇതെങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്നു എന്ന് ചോദിക്കാറുണ്ട്. അതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ്. അതായത് പുരുഷന്റെ കോളിംഗ് എന്താണ് എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകണം. എന്റെ ഭർത്താവിനെ ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ കാര്യം ഭാര്യയ്ക്ക് മനസ്സിലായി ആ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി സ്ത്രീയുടെ. ബാക്കിയുള്ള മിനിസ്ട്രീസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള മിനിസ്ട്രി എന്നുള്ളത് പുരുഷന്റെ കോളിംഗ് എന്താണെന്ന് മനസ്സിലാക്കി ദൈവ ശരീരത്തിൽ അവൻ എന്തിനെയാണ് ദൈവം വിളിച്ചിരിക്കുന്നുള്ളത് മനസ്സിലാക്കി അതിന് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക. ആ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഒരു പുരുഷന് തന്റെ മിനിസ്ട്രിയെ ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് പുരുഷന് പോലും ആ വ്യക്തിയുടെ കോളിംഗ് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. പല പുരുഷന്മാർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസഭയിലെ ശരീരത്തിലെ അംഗങ്ങളായിട്ടുള്ള മിക്ക പുരുഷന്മാർക്കും അവരുടെ കോളിംഗ് എന്താണെന്ന് അറിയത്തില്ല. അവരുടെ കോളിംഗ് പുരുഷൻ അറിയില്ലെങ്കിൽ പിന്നെ സ്ത്രീക്ക് എങ്ങനെയാണ് ഭാര്യയ്ക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുക. അന്നേരം അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത് ദൈവസഭ ഒരു ശരീരമാണ് എന്നും ക്രിസ്തു ശരീരത്തിന്റെ തലയാണ് എന്നും ഓരോ അംഗങ്ങൾക്കും ശുശ്രൂഷ ഉണ്ട് എന്നുള്ളത്. ഇതറിയാത്ത അനേക വിശ്വാസികൾ അവരുടെ കുടുംബ ജീവിതത്തിലും അവരുടെ സഭാ ജീവിതത്തിലും നിഷ്ക്രിയരായി ഒരു സ്പിരിച്വൽ നോൺ എൻറ്റിറ്റിയായി അവരുടെ ജീവിതം അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ട് അവർ വളരുന്നുണ്ടായിരിക്കാം, ആത്മീയ ഫലങ്ങൾ അവർക്കുണ്ടായിരിക്കാം. ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടെല്ലാം പറയുന്നത് ശുശ്രൂഷകളെ പറ്റിയാണ്. അന്നേരം പുരുഷന് പല പുരുഷന്മാരും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സഹോദരന്റെ സഹോദരനെ പറ്റിയുള്ള കോളിംഗ് എന്നുള്ളത് ആ വ്യക്തിക്കാണ് അറിയേണ്ടത്. സഭ പിന്നീടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, സഭയല്ല ആദ്യം റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സഭ ആ വ്യക്തിയുടെ കോളിംഗ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സഭ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലർക്കും അതറിയില്ല. വർഷങ്ങളായിട്ടുള്ള സഭയിലുള്ള വിശ്വാസികൾക്ക് അറിയില്ല. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള ദൈവത്തിന്റെ കോളിംഗ് നല്ല വിശ്വാസിയായിട്ടിരിക്കുക, സഭയിൽ വരിക, പാട്ട് പാടുക, സ്തോത്ര കാഴ്ച ഇടുക, ആമേൻ പറയുക, ഹല്ലേലൂയ പറയുക, കസേരയും മേശയും വൃത്തിയാക്കുക, ഇതൊക്കെയാണെന്നുള്ളതാണ് അവരുടെ കോളിംഗ് എന്നാണ്. ഒരു സ്പിരിച്വൽ മിനിസ്ട്രി ദൈവം പുരുഷന്മാർക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല, സ്ത്രീകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും അറിയില്ല. അന്നേരം ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ദൈവസഭ ഒരു ശരീരമാണ്. ഓരോ അവയവങ്ങളും അവർക്ക് പ്രസംഗിക്കാനുള്ള കഴിവാവണമെന്ന് നിർബന്ധമില്ല, അത് ടീച്ചിങ് കഴിവാവണമെന്ന് നിർബന്ധമില്ല, ഇതൊന്നും ആവണമെന്നില്ല. പക്ഷെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ പുരുഷൻ മനസ്സിലാക്കുമ്പോൾ, അതിനു വേണ്ടിയിട്ട് അവനെ ദൈവം വിളിച്ചിരിക്കുന്നത് മനസ്സിലാകുമ്പോൾ സ്ത്രീ അവനെ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും സ്ത്രീ അവന് കീഴടങ്ങില്ല. അതാണ് കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുരുഷന്റെ തല ക്രിസ്തുവിന്റെ തല ദൈവം, സ്ത്രീയുടെ തല പുരുഷൻ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. പുരുഷന്റെ തല ക്രിസ്തു ആയിരിക്കണം. ഭാര്യയ്ക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം, ഹീസ് ഡ്രിവൺ ബൈ ഹോളി സ്പിരിറ്റ്, ഹീസ് ഡ്രിവൺ ബൈ ഗോഡ്. അവൻ തീരുമാനം എടുക്കുന്നത്, അവനെ നയിക്കുന്നത് ഈ ലോകമല്ല, ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഈ ലോകത്തിന് പുറകെ ഓടുന്ന ആത്മീയമായ ഒരു ലക്ഷ്യമില്ലാത്ത പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത് കുടുംബത്തിലെ ഒരു ഡിവൈൻ ഓർഡറിന്റെ ഒരു എക്സ്റ്റൻഷനാണ് വലിയ കുടുംബമായിട്ടുള്ള ദൈവസഭയിലേക്ക് വരുമ്പോഴുള്ളത്. അങ്ങനെയുള്ള ദൈവസഭയിൽ ഞാൻ കുടുംബത്തിലെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. കുടുംബത്തിൽ സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യകത എന്താണ്? അത് സ്ത്രീ കുറഞ്ഞ ആളായതുകൊണ്ടല്ല, സ്ത്രീ കഴിവ് കുറഞ്ഞ ആളായതുകൊണ്ടല്ല, കഴിവ് കൂടിയ ആളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ശമ്പളം കൂടിയ ആളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഡിവൈൻ ഓർഡർ ആണ്, അത്ര മാത്രമേ, ദൈവിക പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ഓർഡർ. അപ്പോൾ കുടുംബത്തിലെ ഈ ഒരു ഡിവൈൻ ഓർഡറിന്റെ എക്സ്റ്റൻഷൻ വലിയ കുടുംബമായിട്ടുള്ള ദൈവസഭ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ശരീരമാണ്, ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് വരുമ്പോഴും അവിടെയും ലീഡിംഗ് റോൾ ദൈവം പുരുഷനാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവസഭയിലെ അധികാര ശുശ്രൂഷകൾ അത് സ്ത്രീകൾക്ക് ദൈവം കൊടുക്കാത്തത്. അത് സ്ത്രീകൾ ഈ ഒരു ഓർഡറിന്റെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാതെ ഈക്വാലിറ്റിയുള്ള പ്രശ്നം കൊണ്ടല്ല.
അതുകൊണ്ട് അധികാര ശുശ്രൂഷകൾ അപ്പോസ്തലന്മാരായിക്കോട്ടെ, ഇടയന്മാരായിക്കോട്ടെ, ഉപദേഷ്ടാക്കന്മാരായിക്കോട്ടെ, പഠിപ്പിക്കുന്നവരായിക്കോട്ടെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ദൈവസഭയിൽ ദൈവം സ്ത്രീക്ക് കൊടുത്തിട്ടില്ല, അത് പുരുഷനാണ് കൊടുത്തിരിക്കുന്നത്. ദൈവസഭയിലും ഈ അധികാര ശുശ്രൂഷകൾ ഒഴിച്ച്, ഈ പറഞ്ഞിരിക്കുന്ന അധികാര ശുശ്രൂഷകൾ ഒഴിച്ച് ബാക്കി എല്ലാ ശുശ്രൂഷകളും സ്ത്രീകൾക്ക് ചെയ്യാം എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് കൊരിന്ത്യ ലേഖനം 14-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. സ്ത്രീ പഠിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നത്, അല്ലാതെ വാ പൂട്ടിയിരിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ ചില സഭകൾ പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. സ്ത്രീകൾക്ക് സഭയിൽ പ്രവചിക്കാം, സ്ത്രീകൾക്ക് സഭയിൽ സാക്ഷ്യം പറയാം, സ്ത്രീകൾക്ക് അവരുടെ കീഴിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, അവരുടെ കീഴിലുള്ള ആൾക്കാരെ ഉപദേശിക്കാം, അതുപോലെ തന്നെ അന്യഭാഷ, വ്യാഖ്യാനം, ഗിഫ്റ്റുകൾ, ബൈബിളിലുള്ള എല്ലാ ഓപ്പറേഷൻ, എല്ലാ ഗിഫ്റ്റുകളും അധികാര ശുശ്രൂഷകൾ ഒഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ സ്ത്രീ പുരുഷനെ ഉപദേശിക്കാനായിട്ടോ സഭയുടെ അധികാരിക ശുശ്രൂഷയിലേക്കും ലീഡിംഗ് റോളിലേക്കും വരാനായിട്ട് ദൈവം സ്ത്രീയെ അനുവദിക്കുന്നില്ല. എന്നാൽ ഇത് ആൾക്കാർ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിച്ചേക്കാം, സ്ത്രീകൾക്ക് പ്രവചിക്കാമെങ്കിൽ എന്നാൽ പിന്നെ എന്താണ് ഉപദേശിച്ചത്? എന്നാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉപദേശവും പ്രവചനവും ഇല്ലെങ്കിൽ പ്രബോധനവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുക. അതിന് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഒന്നുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്ത്രീകൾക്ക് പ്രവചിക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും എന്നാണ് ദൈവവചനം പഠിപ്പിച്ചത്. 1 കൊരിന്ത്യർ അതിന്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പറയാണ്, 14-ാമത്തെ അധ്യായത്തിൽ പറയാണ്, എല്ലാവരും സഭയിൽ വരുമ്പോൾ പ്രവചിക്കണം എന്ന് പറയും. എല്ലാവർക്കും പ്രവചിക്കാം. അങ്ങനെയാണ് സഭയിൽ കടന്നു വരുന്ന വ്യക്തികൾക്ക് ആ പാപബോധം ഉണ്ടാകുക എന്ന് പറയുന്നത്. അന്നേരം പ്രവാചികമാരായിട്ടുള്ള മക്കൾ ഫിലിപ്പിനുണ്ടായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞു. അങ്ങനെ സ്ത്രീകൾക്ക് പ്രവചിക്കാം, സ്ത്രീകൾ പ്രവാചികമാരായിട്ടുള്ളത് തല കവർ ചെയ്തുകൊണ്ട് പ്രവചിക്കാമെന്ന് 1 കൊരിന്ത്യർ അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവചിക്കാം, എന്നാൽ പഠിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഈ ടീച്ചിങ് എന്നുള്ളത് എപ്പോഴും അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ടീച്ചിങ് എന്നുള്ളത് ഒരു തിയോളജിക്കലായി സഭയുടെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അതെപ്പോഴും കണക്ട് ചെയ്യുന്നത്, ഉപദേശം എപ്പോഴും കണക്ട് ചെയ്യുന്നത്, മിക്കപ്പോഴും കണക്ട് ചെയ്യുന്നത് മൂപ്പന്മാരുമായിട്ടാണ്. 1 തിമോഥെയോസ് അതിന്റെ 3:2, 1 തിമോഥെയോസ് അതിന്റെ 5:17, തീത്തോസ് അതിന്റെ 1:5 മുതൽ 9 വാക്യങ്ങൾ. ഇവിടെ എല്ലാം ഉപദേശിക്കുക എന്നുള്ളത് മൂപ്പന്മാരുമായിട്ട് കണക്കാണ്. മൂപ്പൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഉപദേശത്തിലും വചനത്തിലും നന്നായി അധ്വാനിക്കുന്ന മൂപ്പന്മാരെ കൂടുതൽ മാനത്തിന് യോഗ്യനായിട്ട് കാണണം. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊരു അധികാര ശുശ്രൂഷയാണെന്നുള്ളതും അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും, എല്ലാവർക്കും പ്രവചിക്കാമെങ്കിലും എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകുന്നത്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിലേക്കും പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകരുത്. എന്നാൽ അവരെ ചിലരെ ഉപദേഷ്ടാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇതിലുള്ള ഫങ്ഷനാലിറ്റിയിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് പുരുഷന്റെ മുകളിൽ അധികാരം ചെലുത്തുന്ന ശുശ്രൂഷ അത് കുടുംബത്തിലും സഭയിലും ദൈവം വെച്ചിട്ടില്ല. ഫങ്ഷനാലിറ്റിയിൽ സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കുന്നതിന്റെ, ഇല്ലെങ്കിൽ സ്ത്രീയുടെ, ഞാൻ ഈ പറയുന്ന പുരുഷന്മാരുടെ കാര്യം ഞാൻ പറയുന്നില്ല, ഈ സ്ത്രീകളുടെ ഫംഗ്ഷനാണ് കൂടുതൽ പറയുന്നതുകൊണ്ട് ഞാൻ അതുപോലെ അതിലേക്ക് പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെയും സ്ത്രീയുടെ സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സിന്റെയും ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനായി, സിംബോളിക്കായി ഔട്ട്വേർഡ് എക്സ്പ്രഷനായി 2 കാര്യങ്ങൾ പറയുന്നു. അതിൽ ഒന്ന് സ്ത്രീകളുടെ ലളിതമായ വസ്ത്രധാരണവും അവരുടെ ആഭരണം ഒഴിവാക്കുന്നതുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് അതിന്റെ 3:4 വാക്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകളുടെ സൗമ്യതയും സാവധാനതയുള്ള മനസ്സിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ് അവരുടെ ലളിതമായ വസ്ത്രധാരണം, അവരുടെ ആഭരണം ഉപയോഗിക്കാതിരിക്കുന്നത് ഔട്ട്വേർഡ് എക്സ്പ്രഷനായിട്ട് അവിടെ സൂചിപ്പിക്കും. അതുപോലെ തന്നെ സ്ത്രീ തല കവർ ചെയ്യുക എന്നുള്ളത് അവർ ഭർത്താക്കന്മാരോടുള്ള സബ്മിഷന്റെ സിമ്പലായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് 1 കൊരിന്ത്യർ അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ സ്ത്രീ തല കവർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, മൂടുപടമില്ലാത്ത, അത് 11:5 പറഞ്ഞിരിക്കുകയാണ്, മൂടുപടമില്ലാത്ത അല്ലെങ്കിൽ ഹെഡ് കവറിംഗ് ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തന്റെ തലയെ അപമാനിക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് പുരുഷൻ നിമിത്തം, ദൂതന്മാർ നിമിത്തം തലയിൽ ഒരു സിമ്പിൾ ഓഫ് സബ്മിഷൻ, അതൊരു സിമ്പലാണ് എന്ന് പറയും. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ സിമ്പൽ എന്നുള്ളത് ഒരു റിയാലിറ്റിയുടെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ മാത്രം. പഴയ നിയമത്തിലും ഇത്തരം സിമ്പലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറയുന്നത് ഈ റിയാലിറ്റിയേക്കാൾ കൂടുതൽ സിമ്പലുകൾക്ക് അവർ എംഫസൈസ് ചെയ്യും. അതൊരു പരീശന്മാരുടെ ഒരു രീതിയാണ്.
നമ്മൾ ഒരു വ്യക്തിയുടെ അകത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ അതിന്റെ പുറത്തുള്ള എക്സ്പ്രഷന് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പലിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും സഭകളിൽ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് സ്ത്രീകൾ തല കവർ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില പരസ്യമായി സ്ത്രീകളെ ആൾക്കാർ കറക്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. സ്ത്രീയുടെ തലയുടെ തുണി കുറച്ചൊന്ന് മാറിയിരിക്കുന്നത് കണ്ടിട്ട് കവർ ചെയ്യുന്നത് പരസ്യമായിട്ട് പറയുന്നത്. ഞാൻ ശരിക്കും പറയുന്നത്, ഞാനിതിന് ഈ ഉപദേശത്തിനെതിരല്ല, പക്ഷെ എവിടെയാണ് എംഫസിസ് വരുന്നത്? സ്ത്രീയുടെ സബ്മിഷന്റെ ഒരു സിമ്പൽ മാത്രമാണ് തല കവർ ചെയ്യാൻ. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നിർബന്ധിക്കാറുണ്ട് തല കവർ ചെയ്യാൻ. നല്ല കാര്യമാണ്, ഒരു ഡിസിപ്ലിൻ എന്നത്. പക്ഷെ എന്താണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് സബ്മിഷന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനേക്കാൾ കൂടുതൽ സബ്മിഷനാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഹോദരി കുടുംബത്തിൽ ഭർത്താവിന് കീഴടങ്ങാതിരിക്കുന്ന ഒരു സഹോദരി തല കവർ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. തല കവർ ചെയ്യുന്നതും കവർ ചെയ്യാതിരിക്കുന്നതും ഒരുപോലെയാണ്. അന്നേരം സ്ത്രീ തല കവർ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീ പുരുഷന് സബ്മിറ്റ് ചെയ്യാറ്. പുരുഷന് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ അഥവാ തല കവർ ചെയ്യാനായിട്ട് മറന്നുപോയെന്ന് പറയുന്നത് വലിയ പ്രശ്നവുമാണ്. ഇതിന്റെ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ദൈവം എംഫസൈസ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഉറുമ്പിനെ അരിക്കുന്നവരായി തീരും, ഒട്ടകത്തിനെ വിഴുങ്ങുന്നവരുമായി. അന്നേരം റിയൽ കർത്താവിന്റെ എംഫസൈസ് പോകുന്നത് സ്ത്രീകൾ അവരുടെ ഫങ്ഷനാലിറ്റിയിലും റോളിലും പുരുഷന്മാർക്ക് കീഴടങ്ങാൻ, കുടുംബത്തിലും സഭയിലും കീഴടങ്ങണം എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, എങ്ങനെയാണ് ഒരു അൺഗോഡ്ലി ആയിട്ടുള്ള, ഒരു മനസ്സിലാക്കാൻ കഴിയാത്ത, ക്രൂരനായിട്ടുള്ള, സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാനായിട്ട് കഴിയുന്നത്? അങ്ങനെ കീഴടങ്ങണമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. വളരെ വളരെ ക്രൂരമായിട്ടുള്ള ഡിമാൻഡാണ് ഇത്. നമുക്ക് ചിലപ്പോൾ അവിശ്വാസിയായ ഭർത്താവിനെ പോലും അവർക്ക് പോലും കീഴടങ്ങിയിരിക്കണമെന്നും ആ സ്ത്രീയുടെ സൗമ്യതയുള്ള നടപ്പ് കണ്ടിട്ട് ഭർത്താവ് വിശ്വാസത്തിൽ ചേർന്ന് വരും എന്നൊക്കെ പത്രോസ് പഠിപ്പിക്കും. സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന അതേ പത്രോസ് തന്നെ. അതെങ്ങനെയാണ് സാധ്യമാകുക? ഞാൻ പറയാം, അത് സാധ്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പുതിയ നിയമത്തിലെ പല കൽപ്പനകളും ഇമ്പോസിബിൾ ആണ്, അൺലെസ് ദൈവത്തിന്റെ ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി വർക്ക് ചെയ്യുകയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തില്ല. വീണ്ടും നമ്മൾ തിരിച്ച് ദൈവവചനത്തിലെ അടിസ്ഥാന ഉപദേശമായിട്ടുള്ള ക്രൂശിന്റെ വചനത്തിലേക്കാണ്. ക്രൂശ് എടുത്തുകൊണ്ട് ഒരു വ്യക്തി, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഡിഫിക്കൽട്ട് സാഹചര്യങ്ങളിലും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭർത്താക്കന്മാരുടെ മുമ്പിൽ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബോസുകളുടെ മുമ്പിൽ എല്ലാം നമുക്ക് ദൈവിക ഡിവൈൻ ഓർഡർ നമുക്ക് പാലിക്കണം എന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കഴിയൂ. ആ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, സഹോദരിമാരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, സഹോദരന്മാരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം തരമായിട്ട് കുടുംബത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. എന്നാൽ സഹോദരന്മാരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ, സഹോദരിമാരുടെ ജീവിതത്തിൽ അത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ സ്ത്രീക്ക് സബ്മിസീവായിട്ടിരിക്കാനായിട്ട് കഴിയൂ. അങ്ങനെ ദൈവത്തിന്റെ ക്രൂശിന്റെ യഥാർത്ഥത്തിലുള്ള പ്രവൃത്തി, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? എന്റെ പാപ സ്വഭാവത്തെ കർത്താവിന്റെ ക്രൂശിൽ അറുത്ത് മാറ്റി യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. എന്റെ പാപ സ്വഭാവത്തിൽ നിന്ന്, റിബല്യസ് നേച്ചറിൽ നിന്ന്, കീഴടങ്ങാൻ കഴിയാത്ത സ്വഭാവത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ള ബോധ്യവും, തുടർച്ചയായി ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ എന്റെ ജഡത്തെ എനിക്ക് ക്രൂശിക്കാനായിട്ട് കഴിയുമെന്നും പരിശുദ്ധാത്മ ശക്തി നടക്കാൻ കഴിയുമെന്നും ഞാൻ മനസ്സിലാക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് ഞാൻ കീഴടങ്ങി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിൽ മാത്രമേ ഈ പോസിബിൾ ആകുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ സബ്മിഷന്റെ കാര്യങ്ങളെല്ലാം. സബ്മിഷൻ ഒരിക്കലും മാനുഷികമായിട്ട് പോസിബിൾ അല്ല. പ്രത്യേകിച്ചിട്ട് സബ്മിസ് ചെയ്യാൻ കഴിയാത്ത ക്രൂരരായിട്ടുള്ള വ്യക്തികളോ, ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ബോസ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സബ്മിഷൻ പറയുന്നതിന് തൊട്ടു മുമ്പ്, ദൈവസഭയുടെ യഥാർത്ഥമുള്ള കാര്യം പറയുന്നതിന് തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനായിട്ടും, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിന്റെ അടിസ്ഥാനം ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഭവിക്കുക. എന്നാൽ ഞാൻ വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ പോവുകയാണ്. ദൈവസഭ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഓരോരുത്തരും ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഭവിക്കും. പേഴ്സണൽ ലൈഫിൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഭവിക്കും. പെർഫെക്റ്റ് ആവുന്നതിനെ കാര്യം എന്റെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവർ കാണാനായിട്ട് കഴിയുകയും അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയും അവർ ദൈവസഭയിലെ അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതവർ ഫുൾഫിൽ ചെയ്യുകയും ചെയ്യും. പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലും യേശുക്രിസ്തു അതേ വർക്ക് തന്നെ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ
പാപസ്വഭാവത്തെ യേശുക്രിസ്തു ക്രൂശിൽ നീക്കിയെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആ ഒറിജിനൽ പ്ലാൻ ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന്. ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് പ്ലാനിലേക്കാണ്, ദൈവത്തിന്റെ ആ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുമ്പോൾ ആ ഭർത്താവിന് കീഴടങ്ങുന്നതിൽ കൂടി ആ പെർഫെക്റ്റ് പ്ലാൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് എനിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുമ്പോൾ സ്ത്രീകൾക്കും ഈ ഒരു ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയും. അല്ല എങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഓർഡറിൽ വരും. പുരുഷന്മാർക്ക് അവരുടെ ഫംഗ്ഷനെ പറ്റി, അവരുടെ കോളിങ്ങിനെ പറ്റി തിരിച്ചറിയാനായിട്ട് കഴിയും. സ്ത്രീകൾക്ക് അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ കുടുംബത്തിലും സഭയിലും സ്ത്രീകൾക്ക് അവരെ പറ്റിയുള്ള കോളിംഗ്, അവരെ പറ്റിയുള്ള ദൈവത്തിന്റെ കോളിംഗ്, അവരെ പറ്റി അല്ലാത്ത ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടുള്ള കോളിംഗ് അല്ല, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ കോളിംഗ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനായിട്ട് സമയം വിശദീകരിക്കാനായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് ഫുൾഫിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് സ്ത്രീ കൊരിന്ത്യർ ലേഖനത്തിൽ സഭയുടെ ഓർഡർ പറഞ്ഞു വരുമ്പോൾ സ്ത്രീ പുരുഷനെ പഠിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കുക എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഈക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ദൈവിക ഡിവൈൻ ഓർഡറിൽ ദൈവത്തിന്റെ ഫംഗ്ഷൻ ഫുൾഫില്ല് ചെയ്യാനായി ദൈവം സ്ത്രീയെ ഉദ്ദേശിക്കുന്നത്, സ്ത്രീയുടെ അടിസ്ഥാനപരമായി പരമപ്രധാനമായിട്ടുള്ള കോളിംഗ് പുരുഷന്റെ ഹെൽപ്പർ എന്നുള്ളതിലാണ്. സബ്മിഷനിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് സൗകര്യമാരെ ദൈവം സഹായിക്കും. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം.